ഹലോ ഹായ് നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനും ഹാപ്പിയാണ്. കാര്യം ഈ ഒരു താരത്തിൻ്റെ ഇൻ്റർവ്യൂ കുറേ കാലമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ് കിട്ടാനായിട്ട്. പക്ഷേ തിരക്ക് കാരണം മാറ്റി വെച്ച് നമുക്ക് ലാസ്റ്റ് നമുക്ക് കൊട്ടാരക്കര വെച്ച് കിട്ടിയിരിക്കുകയാണ്. എന്തോരം ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ കാണാനൊക്കെ അത്യാവശ്യം സുന്ദരിയാണ്. അനുമോൾ തങ്കച്ചൻ വിവാഹം ഉടൻ നടക്കും, അനു തുറന്നു പറഞ്ഞു. പെൺകുട്ടികളെക്കാളും ഭംഗിയുള്ള പുരുഷന്മാർക്കാണ്. സ്റ്റാർ മാജിക് എന്ന് പറയുമ്പം ആദ്യം 2 പേരുകളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് പേര് വരുന്നത് അനുമോൾ. അനുക്കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അനു, നമസ്കാരം. നമസ്കാരം. എന്തോ ആലോചന ഉറക്കം വരുന്നത്? അല്ല, ഞാൻ 2 പേരെന്ന് പറഞ്ഞപ്പോ മറ്റേത് തങ്കച്ചൻ ചേട്ടൻ. 2 പേരുടെ പേരാണ് ആദ്യം വരുന്നത്. അങ്ങനെ പറഞ്ഞതാ. ഇപ്പൊ എനിക്കൊന്ന് ഭയങ്കര ടയേർഡുണ്ട്, ഫേസിലൊക്കെ നല്ല ഉറക്കത്തിന് ക്ഷീണം. എങ്ങനെയാ ഇപ്പൊ ഇവിടെ ഇനാഗ്രേഷൻ രാവിലെയാണ് എത്തിയത്? രാവിലെ എത്തി കഴിഞ്ഞു, ഇനാഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ രാവിലെ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് കൊള്ളാമുണ്ടായിരുന്നോ? കൊള്ളാമല്ല, ഈ ഡ്രസ്സിന്റെ കുറച്ച് ഫോട്ടോസ്. നല്ല ഡ്രസ്. ഡീനേറ. ഡീനേറ എന്റെ ഫ്രണ്ടാണ് ഡീനേറ. അല്ല, അവളുടെ പേര് ഫാത്തിമി. അപ്പൊ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ തരുന്നത്. ഫാത്തി ഡീനേറയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അല്ല, അവളാണ് ഡ്രസ്സ് തരുന്നത്. പെട്ടെന്ന് കിട്ടിയതാ. എല്ലാ കോസ്റ്റ്യൂമും പുള്ളിക്കാരി തന്നെ? എല്ലാ കോസ്റ്റ്യൂമും അല്ല, ഞാൻ എപ്പോഴൊക്കെ ചോദിക്കുന്നു ആ ടൈമിലൊക്കെ അവള് അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. ഇവിടെ നമ്മുടെ ആലപ്പുഴയാണല്ലേ. പിന്നെ ഓരോ പൊട്ടിക്കും എല്ലാ പൊട്ടിക്കും തരാറുണ്ട്. ഫാത്തിമ മാത്രം അവൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല. ബാക്കിയുള്ള പൊട്ടിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോകും. അനു, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഞാനത് തറയ്ക്കുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. നെഞ്ചിൽ തറയ്ക്കുന്നത്. അനു മണ്ടിയാണോ? മണ്ടി അല്ലെങ്കിൽ മണ്ടനാകാത്ത ആരാള? കമന്റ്സില് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാല് കമന്റ്സില് അനു മണ്ടത്തരങ്ങളുടെ ഒരു സെലിബ്രിറ്റി ആയ ഒരാളാണെന്ന് പല കമന്റ്സിലും വരാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. കാര്യം അനുവിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനാണ് എടുത്തത്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്ത ഞാനാണ്. അതൊരിക്കലും അതെ അത് 1 മില്യൺ പോയതാണ്. പക്ഷെ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. പക്ഷെ ഈ കമന്റ് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അനുവിനോട് ചോദിക്കാനുള്ള അധികാരം ഉണ്ട്, അതുകൊണ്ടാണ്. എന്തുവേണേലും ചോദിക്കാമല്ലോ. ഒന്നും പ്രശ്നമില്ല. കാരണം ഒന്നെങ്കിൽ സ്റ്റാർ മാജിക് ഡെയിലി കാണാത്ത ആരെങ്കിലും ആയിരിക്കും ഇത് കണ്ടിട്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ വണ്ടി അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വണ്ടിയായിട്ട് അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും വണ്ടിയാണോ എന്ന് ചോദിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്കിപ്പം ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ ടമാർ പടാർ മുതലാണ് ഞാൻ വന്നു തുടങ്ങി. അപ്പൊ അതിനകത്ത് ഞാൻ എൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഞാൻ കാണിക്കുന്ന ഓരോന്നും കണ്ടിട്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര ഇഷ്ടം വരാൻ കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ 7 വർഷമായി സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പൊട്ടത്തരങ്ങൾ പറയാറുണ്ട്. മണ്ടത്തരങ്ങളല്ല, പൊട്ടത്തരങ്ങൾ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ തമാശകളും പറയാറുണ്ട്. അതൊക്കെ തന്നെ. അതെന്താന്ന് വെച്ചാല് പ്രേക്ഷകർക്ക് ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം, ഒരു കോമഡി പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിനകത്ത് ചേട്ടന്മാരെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് എന്ത് കോമഡി പറയണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഗേൾസ് അങ്ങനെയല്ല, പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാ. അപ്പൊ എൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള തന്നിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ കോമഡി ഞാൻ പറയുമെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാറുണ്ട്. സ്കിറ്റൊക്കെ പറയുമ്പോൾ അതിലും ചിരിക്കാറുണ്ട്. ഇല്ല, ഞാൻ ചിരിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചിരിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ചിരിക്കും. അപ്പൊ വീണ്ടും ചോദിക്കും എന്താ പറയുക. അപ്പൊ ഞാൻ കുറച്ചും കൂടെ കൊടുക്കാൻ ശ്രമിക്കും. ആദ്യം സ്റ്റാർ മാജിക്ക് പോകുന്ന ടൈമിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മണ്ടത്തരം പൊട്ടത്തരം ഒറിജിനലായിട്ട് വന്ന് അഭിനയിച്ചതല്ല, ആയുധം. കാരണം നമുക്കറിയത്തില്ലല്ലോ. പിന്നെ മനസ്സിലായി അവർക്ക് ഇതാണ് വേണ്ടതെന്ന്. പിന്നെ ശരിക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് തുടങ്ങി. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് അങ്ങനെ നിന്നാലേ കാര്യമുള്ളൂ. കാര്യമല്ല, ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രം ആളുകൾ എന്തിനാണ് പ്രോഗ്രാം കാണുന്നത്? സ്റ്റാർ മാജിക് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ചിരിക്കുന്ന എന്തെങ്കിലും എന്റെ എന്തെങ്കിലും പൊട്ടത്തരം മണ്ടത്തരം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അനുവിന് ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ഇന്നലെ പ്രീവിയസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് വൾഗാരിറ്റിയില് അതിനകത്ത് കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നു. ഇപ്പം തങ്കച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. വേറെ ആരും അങ്ങനെ കളിയാക്കാറില്ല. സുമേഷ് ചേട്ടൻ ചെറുതായിട്ടൊക്കെ. എന്നാലും
ബിനുചേട്ടനുള്ള സമയത്തും ബിനുചേട്ടൻ കളിയാക്കും. ആ ബിനുചേട്ടൻ എൻ്റെ അച്ഛനായിട്ട് എത്ര കമ്പനികളുണ്ട്, എൻ്റെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ കളിയാക്കുന്നത്. എൻ്റെ അച്ഛന് പ്രശ്നമില്ല. എൻ്റെ അച്ഛൻ കരിപ്പെട്ടി സതീഷ് എന്ന് പറയുമ്പോൾ കരിപ്പെട്ടി എൻ്റെ അച്ഛൻ്റെ ബിസിനസ്സാണ്. അതൊക്കെ വെറുതെ. അതെന്താ പറയാൻ കാരണം വെച്ചാൽ കരിപ്പെട്ടിയിൽ എന്തോ വാറ്റു എന്ന് പറഞ്ഞു കേട്ടു. പറഞ്ഞില്ല, എനിക്കറിയാം. ആ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. അത് വെറുതെ കളിയാക്കാം. അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചങ്ങ് കളയുന്നത്. എപ്പോഴും കളിയാക്കാറ്. എപ്പോഴും പറഞ്ഞാൽ ഷൂ ടൈമിൽ മാത്രമാണ് കേട്ടോ. അതിന് കഴിഞ്ഞ ആ സമയങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം, കാരണം എത്രയോ ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. ഇല്ല കാരണം കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇത് വെറുതെ കളിയാക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എൻ്റെ അച്ഛനൊരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ കാര്യം പബ്ലിക്കായിട്ട് പറയോ? ഒരിക്കലും പറയും. നമുക്ക് എന്ത് ബിസിനസ്, ഇപ്പൊ മീൻ കച്ചവടമാണെന്ന് വിചാരിച്ചോ, ആ മീൻ കച്ചവടം വെച്ച് കളിയാക്കാറുണ്ടോ അവര്? അതൊരു ബിസിനസ് അല്ലേ? അപ്പൊ അവര് അങ്ങനെ ഇത് തമാശക്ക് പറയുന്നതാ. ഉണ്ട്. കരിപ്പെട്ടി എന്നുള്ളൊരു ബിസിനസ് അച്ഛനുള്ളത് കൊണ്ട് അവര് വാറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ അച്ഛനുണ്ട്. ഈ പറയുന്ന കരിപ്പട്ടി ബിസിനസ് ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം എനിക്ക് പണ്ട് അനു പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി കുറെ കൊതിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരു 4-5 വർഷവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിലൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ മാറി. ഇപ്പൊ റിമി ടോമി തടിച്ചിരുന്നിട്ട് മെലിഞ്ഞ് എങ്ങനെയാണോ അതുപോലാണ് അനു വന്നിരിക്കുന്നത്. അനു നല്ല അടിപൊളി, അന്ന് കണ്ടതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞു എനിക്ക് ക്യാമറയിൽ ചേട്ടാ എനിക്ക് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, കുറെ വല്യച്ഛനെ കണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മാമൻ. ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നു? കാര്യം ഇപ്പൊ ഒരുപാട് വർഷമായി. ഇപ്പം എന്താ പറയണ്ടേ, ഞാൻ അന്ന് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാല്, സ്വപ്നം മാത്രമല്ല എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിനയിക്കുക, ചെറിയൊരു സീനാണെങ്കിലും അത് ഒന്ന് ടി വിയിലൊന്ന് കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഓരോ ദിവസം ഇങ്ങനെ എന്താ ഞാൻ പ്രതീക്ഷിക്കാത്തത്, ഞാൻ സ്വപ്നം പോലും കാണാത്തതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ ഒന്നും സ്വപ്നം കാണാറില്ല. വരട്ടെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമെന്നല്ല, സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. അന്നത്തെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് സ്വപ്നം കാണാറുണ്ട്, ആൾക്കാരൊന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ചേട്ടാ. പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമാക്കിയപ്പോൾ എന്ത് ഫീൽ ഉണ്ട്? ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചിരിയും ഈ ഒരു സന്തോഷം എപ്പോഴും ഫേസിലുണ്ടായത് മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം അവിടെ കഴിക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അപ്പൊ ഇങ്ങനെ അനു ഇങ്ങനെ പറയുന്ന കേട്ടോ, ഒരു വർഷത്തിനകത്ത് കല്യാണം ഉണ്ടെന്ന്. ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞു? പിന്നെ ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ കല്യാണം ഉണ്ടോ ഇപ്പോഴേ? ഇല്ല ഏട്ടാ, കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. അത് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ചെറുക്കനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. കിട്ടും. അത് കിട്ടിയില്ല, ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. എന്റെ വീട്ടുകാർ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങള് പറഞ്ഞു തരുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമാ. പക്ഷെ ഇല്ല, നടക്കത്തുന്നില്ല. അവർക്കറിയാം ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം നന്നായിരിക്കും. ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇനാഗുറേഷൻ്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തതും ഞാൻ തന്നെയാണ്, കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ തന്നെയാണ്, മേക്കപ്പും ഞാൻ തന്നെയാണ്, ഹെയർ സ്റ്റൈലും ഞാൻ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ്, അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അവർക്കറിയാം ഇതുവരെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. ഇല്ല, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല. എനിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്ത്, അച്ഛനമ്മ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, വന്നിട്ടില്ല. അപ്പൊ അവർക്കറിയാം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്കറിയാം അവളെപ്പോഴായാലും ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത്, കഴിച്ചോട്ടെ. അല്ലാതെ ഇനി കല്യാണം കഴിച്ചാൽ മതി, ഇനി അവനെ കിട്ടണ്ട. ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത്, അവൻ വേണ്ട അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയത്തില്ല. അല്ല, ഇതൊരു പറഞ്ഞില്ല, നോക്കുന്നില്ല. നിനക്ക് എപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പൊ നീ കല്യാണം കഴിച്ചു. എനിക്ക് ഇങ്ങോട്ടോ? ഇല്ല, സീരിയസ്ലി എനിക്ക് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ഇല്ല, അല്ല എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ആരും ഇഷ്ടം പറഞ്ഞു വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇത്രയും പ്രായം കൂടിയില്ലേട്ടാ. ഞാൻ അങ്ങനെ പറയാം, 25 വയസ്സായില്ലേ? 25 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാന്നെന്ന് പറഞ്ഞേക്കാം. എന്നാൽ കല്യാണ പ്രായം ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത്.
നമുക്കൊരു ഇണ വേണമല്ലോ, അല്ല പാർട്ട്ണർ. ചിന്തിച്ച കാര്യം എന്താണ്? ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, സിനിമ ചെയ്യുക, നാളെ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം, അത് ഇത് ഇങ്ങനെ ഇനാഘോഷം, ആ വർക്കിന്റെ കാര്യമാണ് ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട്, കുറെ വർഷമായിട്ട്. അപ്പൊ അമ്മയൊക്കെ പറയുമ്പോൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, പ്രണയിക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ഇപ്പൊ സുരഭി സ്വാസിനി, അതിനകത്ത് എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്രണയം. ശരിക്കും അത് പ്രണയമല്ല, എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറിജിനലായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല, കല്യാണം കഴിക്കാനും ആ സമയത്ത് തോന്നുന്നില്ല. അല്ല നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഇരുന്നിട്ട് അനു പറയാൻ വന്നത് അതാണ് ചേട്ടാ ഞാൻ ആലോചിച്ചു. എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും പ്രപ്പോസ് ഇഷ്ടപ്പെടാത്തതല്ല, അങ്ങനെയല്ല. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ കാണാനൊക്കെ അത്യാവശ്യം സുന്ദരിയാണ്. അല്ല അത്യാവശ്യം വളരെ ഇല്ലില്ല, വളരെ അല്ല ഭയങ്കര സുന്ദരി എന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഒരാൾ നോക്കി അയ്യെന്ന് പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല. പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ക്യാരക്ടർ അറിയാതെ ചിരിച്ചെതിരാ. അല്ല ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഈ സ്റ്റാർ മാജിക്കിലെ ക്യാരക്ടറാണ് അത് ശരിക്കാണെന്ന് ചിലർ നോക്കുന്നല്ല ആണ്. പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ കയറുമ്പോൾ ഞാൻ ശരിക്കും കുഞ്ഞായിപ്പോ. മെച്ചൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലേ? ശ്രമിക്കുക. വന്നോ മെച്ചൂരിറ്റി? വന്നോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ആ മെച്ചൂരിറ്റിയിലും അനു ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ്ലി പറയുകയാണ്. അനു ഇന്ന് രാവിലെ 6 മണിക്കാണ് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്ന് ഫ്ലോറിൽ നിന്നല്ല, സ്റ്റാർമാന്റെ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 1 മണിയായി. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അപ്പൊ തന്നെ 2:30 തിരിച്ചു. ഇവിടുന്ന് 6:30 2:30 3:30 ഒക്കെ ആയപ്പോ തിരിച്ചു. അപ്പൊ ഇവിടെ എത്തിയപ്പോ 5:30 6 മണിയൊക്കെ വരാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ മാനേജർമാരെ വെച്ചിട്ടാണ് ഓരോരുത്തർ നോക്കുന്നത്. അനു എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കൂടെ? അതാണ്, അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇണ വേണം, അത് പിന്നെയുള്ള കാര്യമല്ലേ. ആ ഇണ നാളെ കഴിഞ്ഞ് നമ്മളെ കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞു, ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി കേട്ടോ. ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നുമല്ല കല്യാണം കഴിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫ് ലോങ്, എൻ്റെ ലൈഫ് ലോങ് എന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല, ഈ ഡിവോഴ്സ് അതും ഇതൊന്നും വേണ്ട. പുള്ളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള ആരും ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ലോകത്ത്. എല്ലാവരും നല്ല ഭംഗി, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയാണ് പുരുഷന്മാർക്കാണ്. അപ്പൊ ഞാൻ ഉറപ്പുള്ളതാണ്. കാരണം എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചേട്ടന് ഭംഗിയുണ്ട്, പിന്നെ നല്ല കാണാൻ സുന്ദരനാ. എന്താ വെച്ചാൽ നമ്മളിപ്പം പുരുഷന്മാർ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് മാത്രമല്ല എന്ന് വെച്ചാൽ പെൺപിള്ളേർ എപ്പോഴും മേക്കപ്പ് ഇടുന്നില്ല, പെൺകുട്ടികൾ അവർക്ക് ഈ താടിയും മീശ ഉണ്ടെങ്കിലും അതോ മീശയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉറക്കത്തിന് വന്നാലും ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ? അല്ലേ? പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐബ്രോ ഇങ്ങനെ വാരി വെച്ചതുപോലെ, എന്തോ എടുത്ത് വെച്ചതുപോലെ, ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ, ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ, ഒരു ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗിക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടി ആൺകുട്ടികളെ നോക്കുമ്പോൾ എപ്പോഴും ആൺകുട്ടിയാണ് ഭംഗി. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം, സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, ഡ്രിങ്ക്സ് വല്ലപ്പോഴും കഴിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ സൗന്ദര്യം വേണ്ടെന്നല്ല, അയ്യെന്നല്ല, അതും കുഴപ്പമില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്. ആ മെയിൻ ആയിട്ട് നോക്കുന്ന സ്വഭാവം. എല്ലാവർക്കും അവരുടെ മനസ്സിൽ സൗന്ദര്യം ഉണ്ട്, പിന്നെ അപ്പൊ ആ സൗന്ദര്യത്തിന് വാല്യൂ ഇല്ല. പക്ഷെ കഴിക്കാം, അതൊരു ഡിമാൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വയസ്സും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര വയസ്സ് മൂത്തല്ല, ഒരു 5 വയസ്സിന് മൂത്ത ആള് കൂടണ്ട. 5 വയസ്സ്
അതിന് ഉള്ളില്ല, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല. 30-35 അപ്പൊ 30-35 ആകുമ്പോൾ ഓക്കെ, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അനുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. പിന്നെ ബാക്കിയുണ്ട്, നല്ല സ്വഭാവം വേണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ. ഇടയ്ക്കിടെ കാവ്യമാധവന്റെ ഡയലോഗ് വരാറുണ്ടോ? ഇല്ല. ഇങ്ങനെ എപ്പോ വന്നു മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഡയലോഗ് എന്ന് പറഞ്ഞ കാവ്യമാധവന്റെ. ഞാൻ ആദ്യം അത് എന്റെ സൗണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ശരിക്കും കാവ്യമാധവന്റെ സൗണ്ട് കയറി വരാറുണ്ട്. മാളു എന്റെ ചേച്ചി എന്നിട്ട് പറയും, ഇത് നീ കാവ്യമാധവന്റെ സൗണ്ട് നീ എടുത്തതാണോ? അല്ല, അയ്യോ അങ്ങനെ തോന്നി, അങ്ങനെ വന്നു, അങ്ങനെ വന്നില്ല, അങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ആയില്ല. അല്ല ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അടിപൊളിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ. ശരിക്കും അങ്ങനെയൊക്കെ എന്തോരാ അന്ന് പറഞ്ഞേ, എന്തോരം ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോ എനിക്കൊരു കോടി അയച്ചു തരുമോ? എന്തിനാ കേൾക്കാനോ നോക്കട്ടെ. അതല്ല ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ, ഞാനാണ് അന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, അന്ന് തടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒത്തിരി മാറ്റി മറിച്ചിട്ടാണ് അനു ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അറിയാം ജിമ്മിൽ എങ്ങനെയാണ് റൊട്ടീൻ എങ്ങനെയാണ്? ജിമ്മിൽ എന്ന് പറഞ്ഞാല് ഞാൻ കുറേ ജിമ്മിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ആര്യനാടാണ് ഞാൻ ശരിക്കും പ്രോപ്പർ സ്ഥലം. അപ്പൊ ഇപ്പൊ ആര്യനാടെന്ന് മാറി ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്, വീട് ഇവിടെ വെച്ചു. അപ്പോ അതെ 1.5 വർഷമായി ഇവിടെ താമസം. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം 2-3 ജിമ്മിൽ മാറി മാറി ഞാൻ വർക്കൗട്ട് ചെയ്തു. അപ്പം ഓരോ ജിമ്മിൽ നോക്കുമ്പോൾ ഞാൻ നോക്കും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടോ എങ്ങനെയാന്ന്. അപ്പം വെയിറ്റ് പെട്ടെന്ന് കുറയാൻ ശ്രമിക്കത്തില്ല, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ജിമ്മിന്റെ പ്രോബ്ലം അല്ലല്ലോ, അല്ല. ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അത് എങ്ങനെ ഒന്നും എനിക്ക് തന്നെ അറിയില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് ഹീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുത്തതുള്ളൂ. അപ്പം ഞാൻ പഴയ ജിമ്മിലൊക്കെ പോയി ഞാൻ വെയിറ്റ് എടുത്തുകൊണ്ടാണോ ഞാൻ. പക്ഷേ ശരിക്കും ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫാസ്നോ എന്ന് പറഞ്ഞൊരു ജിമ്മാണ്. അവിടെ എൻ്റെ ചേട്ടൻ്റെ ജിമ്മാണ്. അവിടുത്തെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു, ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്ക് ആ കാലിന്റെ പെയിൻ മാറി പറ്റിയിട്ടില്ല. അവരൊക്കെ ശ്രമിച്ചു, ഇപ്പൊ ഇല്ല, ഇപ്പൊ മൊത്തത്തിൽ മാറി. ഹോസ്പിറ്റലിൽ പോലും പോവാണ്ട് എന്റെ ലിഗമെന്റ് പെയിൻ മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുള്ളി മാറ്റി തന്നു. എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു ചേട്ടാ എനിക്ക്. കാരണം സ്റ്റെയർ കയറുമ്പോ എന്തോ ഒരു ശബ്ദം, പിന്നെ കാലെനിക്കിങ്ങനെ ബസ്സിലല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കൂലേ നമ്മളിങ്ങനെ, അപ്പം എനിക്ക് കാലിന് നീളം കുറവായതുകൊണ്ട് കാലിങ്ങനെ നിക്കോളൂ, കാല് കുത്തത്തില്ല. ഇങ്ങനെ എന്റെ കാറിൽ ഇരിക്കുമ്പോ ഞാൻ ഇതാ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല, ഇങ്ങനെ എത്തത്തില്ല. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ചെയറിലിരിക്കുമ്പോ കാല് എന്റെ കാല് മാത്രം തൂങ്ങി കിടക്കുന്നത്, കാലിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് പോകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തോ ഒരു പെയിൻ ഇവിടെ ഇത്രയും ഭാഗം, ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് ആ പുള്ളി മാറ്റി തന്നു, അടിപൊളി. അനു, എനിക്കിനി ഒരു ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഫ്ലോറിൽ കുറെ പ്രശ്നങ്ങൾ നടന്നു ഈ ഇടയ്ക്കായിട്ട്, അറിയാത്തതിനോട് സംസാരിക്കും. എന്ത് പ്രശ്നം? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് അറിയത്തില്ല, നിങ്ങൾക്കല്ലേ അറിയാവുന്നത്, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടത്. അല്ല, ബിനിച്ചേട്ടൻ്റെ ഒരു പ്രശ്നം ഇഷ്ടംപോലെ എല്ലാവരും അറിഞ്ഞതാണ്. അല്ല, ഇപ്പം അത് കഴിഞ്ഞിട്ട് ബിനിച്ചേട്ടൻ തിരിച്ചു വന്നോ? ഫ്ലോറിലേക്ക് വന്നു. നാട്ടിലില്ല ശരിക്കും, അമേരിക്കയിലാണ് പ്രോഗ്രാം ഒക്കെ ആയിട്ട്. ശശാങ്കൻ ചേട്ടനൊക്കെ ഉണ്ട്. ശശാങ്കൻ ചേട്ടൻ, പിന്നെ വേറെ ആരൊക്കെയാ, ഒത്തിരി പേരുണ്ട്. എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. അല്ല, ആ സമയത്ത് അനു ഉണ്ടായിരുന്നു അവിടെ പ്രശ്നം നടന്ന സമയത്ത്? പ്രശ്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഞാൻ അവിടെ ആ ഭാഗത്തില്ല ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന മോളിൽ പോയിരുന്നു. അതൊക്കെ സോൾവ് ആയോ ഇപ്പം? അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. കാര്യം നമ്മളിപ്പോ ചേട്ടാ എനിക്ക് തോന്നിയ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ നമ്മൾ പിള്ളേർ തമ്മിൽ അടി ഉണ്ടാക്കൂലേ, ബഹളങ്ങള് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ അവര് തോളിൽ കൈയൊക്കെ ഇട്ട് നടക്കത്തില്ല. അത്രേ ഉള്ളൂ, ഇത് വലിയ സംഭവം. എന്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പല ആൾക്കാരും. പക്ഷേ അനു പറഞ്ഞ ഒരു കാര്യമുണ്ട്, തങ്കച്ചേട്ടനോട് ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അല്ല, അത് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറുതെയാ. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോഴും പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ പിന്നെ ഇത് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോ സ്റ്റേജ് വെച്ച് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, തങ്കച്ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത. ഈ പറയുന്ന അമ്മമാരൊക്കെയാ അമ്മമാരും ചോദിക്കുന്നത്, തങ്കച്ചേട്ടൻ എന്താ മോളെ കല്യാണം കഴിക്കാത്ത, നീ അവളെ തേക്കൂ. ഞാൻ ഞെട്ടിപ്പോവും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് തങ്കച്ചേട്ടൻ്റെ അടുത്ത് ഈ പറയുന്ന അവരും ചോദിക്കുന്നത്, അനുവിനെ തേക്കൂ, അനുവിനെ കല്യാണം കഴിക്കുന്നത്.
ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി നമ്മളൊന്നും മൈൻഡ്, കാരണം അവർക്ക് അല്ല അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഒരിക്കലും കുറ്റം നിങ്ങളുടെ ഒരു കോംബോ നോക്കുമ്പോൾ അവരങ്ങനെ ശരിക്കും നമ്മൾ ജീവിക്കുകയാണെന്നുള്ളതിൽ നമ്മൾ സീരിയലൊക്കെ കാണത്തില്ലേ, സീരിയലിൽ ഒരു നായകന് നായിക എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ അവരൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. പണ്ട് ഞാൻ എനിക്ക് ഇപ്പോഴും അറിയാവുന്നതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ എന്താ അറിയോ, എങ്ങനെയെങ്കിലും ഒരു ഒന്നിച്ചാൽ മതി എന്നാ. ആരൊക്കെയാ കാണുമ്പോ തങ്കച്ചൻ ചേട്ടനും അനുവും കൂടെ. ഞാനല്ലെന്ന് ഓരോ അമ്മമാരൊക്കെ ഇന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ചേച്ചി ഓടിയില്ലേ. അപ്പൊ അതാ പറഞ്ഞ അങ്ങനെ ആഗ്രഹങ്ങളുള്ളതുണ്ട്. പക്ഷെ ഇനി കുഞ്ഞനുജന അനുജത്തെ പോലെ. ഞാൻ ചോദിക്കുന്നത് ഇത് ചിലപ്പം അനുവിനെ ചിലപ്പോൾ കരയിപ്പിച്ചിരിക്കാം. കാര്യം നമ്മൾ 4 വർഷം മുമ്പ് എടുത്ത സമയത്ത് ഒരു ട്രാജഡി ഉണ്ടായി പാടാത്ത പെങ്കിൽ ലൊക്കേഷനിൽ, ശബരിച്ചേട്ടൻ. അതുപോലൊരു ട്രാജഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഫ്ലോറിൽ ഉണ്ടായിരിക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി ആ പരിപാടിക്ക് പോയത്? അതെനിക്ക് ഓർമ്മയില്ല. ഇപ്പം കറക്റ്റ് ഒരു വർഷം, ജൂൺ 5 ആകുമ്പോൾ ഒരു വർഷം. അതല്ല നിങ്ങളുടെ ചേട്ടൻ പോയിട്ട് പോയി നമ്മൾ വിശ്വസിക്കണമില്ല. അതല്ല ഷൂട്ടിന് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്? അതായത് മരിക്കുന്നതിന് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിന് പോകുന്നത്. ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമായിരുന്നല്ലേ? എങ്ങനെ അറിഞ്ഞത്, എപ്പോഴാണ് അറിഞ്ഞത് ഇത്? ഞാൻ അറിഞ്ഞത് എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, രാവിലെ ഉറക്കമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ എന്നും രാവിലെ ന്യൂസ് ഇടും ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ന്യൂസിൽ കാണിച്ചാണ് വിളിച്ചു. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നു. ശ്രീവിദ്യ അവൻ എല്ലാവരും വിളിച്ചിരിക്കുക, ബിനീഷ് ബാസ്റ്റിൻ അവരെല്ലാവരും വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അനുവിന് എന്താ ആ സമയത്ത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ഒരു സമയത്ത് എന്തായിട്ടാണ് സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്, നമ്മളെ ഫാമിലിയിലൊരു ആളില്ലേ. അപ്പോൾ ആ ഫ്ലോറിലുള്ള ഏറ്റവും നല്ലൊരു ചേട്ടനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ആയിടത്തും അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും പോവാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാള്. പക്ഷെ അത് ആ ഒരു ഞാൻ 2 ദിവസം മുമ്പ് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഈഗോ പോലും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഒരു എന്താ പറയാ, എനിക്ക് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കാണും ഇതുപോലെ മനുഷ്യനുണ്ടോ ഈ ലോകത്ത്. അപ്പൊ ഇനി അഭിനയിക്കാണോ? ഇല്ല, ഈ 5-6 വർഷത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളാ. അന്ന് കണ്ട ടമാർപ്പടാറിൽ കണ്ട ആള് തന്നെയാണ് ഞാൻ ഈ 6 വർഷമായിട്ടും കണ്ടോണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, നല്ലൊരു മനുഷ്യനാണ്. 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കൊല്ലത്ത് 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്, കുടുംബത്തിൽ കാണാനൊക്കെ പറഞ്ഞു. മോനെ മോളെ മക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നെ അങ്ങനെ അനുന്നൊക്കെ വല്ലപ്പോഴും വിളിക്കുന്നത്. പക്ഷെ എപ്പോഴും വിളിക്കുന്ന മക്കളെ മോളെ മോനെ എന്നെ മോനെ എന്നൊക്കെ വിളിക്കാറ്. എല്ലാം എന്നെ മാത്രമല്ല സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും, ഈ പറയുന്ന നമുക്ക് ഫുഡ് തരുന്ന ചേച്ചിമാരെ പോലും മോനെ മോളെ മക്കളെ എന്നൊക്കെ വിളിക്കുള്ളൂ. അനു നമ്മൾ ഒരു 4 വർഷം മുമ്പ് ഞാനൊരു ടാസ്ക് അനുവിനെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. ആ ടാസ്ക് പോയി ഏറ്റവും കൂടുതൽ വൈറലായി, അത് ഇൻസ്റ്റയിൽ കുറേ വൈറലായിട്ട് ടാസ്ക്കാണത്. ഒരു ടങ് ടെസ്റ്റാണ്. ഒരു നമുക്ക് നാക്കിന് എത്രത്തോളം സ്കില്ലുണ്ടെന്ന് നോക്കുന്നൊരു സംഭവം ആണ്. നൂതനെന്ന് പറഞ്ഞേ ആണോ? ഇതാണ് സംഭവം. എനിക്ക് ഒരു വീഡിയോ ഇട്ടെന്ന് പറയുന്നുണ്ട്, നൂതന എന്ന് പറയുമ്പോൾ ന്യൂനത എന്ന് പറഞ്ഞിട്ട് തന്നെ സ്വർണ്ണാഭരണങ്ങളെ ന്യൂനതമായിട്ടുള്ള എങ്ങനെ നൂതന അവിടെ ആണ്ട നമ്മുടെ ന്യൂസോട്ടിരുന്ന് കണ്ട് ചിരിപ്പുണ്ട്. പുള്ളി അയച്ചെന്നതായിരുന്നു നൂതന. അതൊന്നും പോട്ടെ, അതല്ല അന്തിക്ക് പറ ടാസ്കാ. കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറ, സ്പീഡായി പറയണം. ഒരു 4 വരി പറഞ്ഞാൽ മതി. അന്തിക്ക് കുണ്ടിതപ്പെട്ട സ്പീഡ് ഞാൻ കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അതിൽ വീണു കുണ്ടിൽ വീണു. അവിടെ ആൾക്കാർ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണം വരട്ടെ, അതെപ്പോഴും അച്ഛൻ നടക്കട്ടെ. നമുക്ക് ഡിമാൻഡ് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നന്നായിട്ട് നോക്കണം. 2 അടിക്കുന്ന ആളായിരിക്കണം. പറഞ്ഞില്ല 2 അടിക്കുന്ന ആളായിരിക്കണം. പ്രശ്നമില്ല. കഴിക്കാത്തവരെപ്പോ ആരും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് വിചാരിക്കും നല്ലൊരു കഴിക്കാത്ത ഒരാളാന്നൊക്കെ. അപ്പൊ ഇങ്ങനെ അറിയുമ്പോഴാണ് പറയുന്നത് കഴിക്കും. ഞാൻ കഴിക്കൂല. പിന്നെ ഞാൻ കഴിക്കൂലെന്ന് ലാസ്റ്റ് നമ്മൾ അതാ ലാസ്റ്റ് ഞങ്ങൾ 2 ഇരുന്നാണ് ലാസ്റ്റ് ബ്രേക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം. അതിനുശേഷം നിർത്തി ഞാൻ. അല്ല പിന്നല്ലേ പറഞ്ഞു ഞാൻ കഴിക്കുന്ന. പിന്നെ ഞാൻ കഴിക്കുന്ന പറഞ്ഞില്ല ഇല്ലെന്ന്. ഇല്ല സീരിയസ്ലി. അപ്പൊ ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കെട്ടാൻ പറ്റത്തില്ലല്ലോ.
എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് അതിന് തൊന്നൂല് സഹോദരിയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ തിരക്കും, അനുവിന് വേണ്ടി ഒരു പയ്യനെ തിരക്കും, നല്ലൊരു പയ്യനെ തിരക്കാം. വേണ്ട, ഇഷ്ടമില്ല. അത് ഇഷ്ടമില്ലെന്നല്ല, അത് നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിന്നും അത്ര വലിയ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല അനു. ഇപ്പൊ ഇത്രയും വർഷമായി കാര്യം കുറെ സീരിയൽസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് അനു പറഞ്ഞത് ലാലേട്ടനോടോ മമ്മൂട്ടിയോടോ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് നായികയായിട്ടെന്നാ പറഞ്ഞത്. കാരണം എനിക്ക് അതിനുള്ള ഈ പറയുന്ന ഹൈറ്റും അങ്ങനെയൊക്കെ ഉള്ള ചിന്ത അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു നായികമാർക്ക് അതല്ല, ഇപ്പം എനിക്ക് അന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇന്നിപ്പോ ഭംഗി എന്ന് പറയുന്ന ഭംഗിയല്ല, അങ്ങനെ എന്താ പറയണ്ടേ, നിറമോ ഈ പറയുന്ന വണ്ണിച്ചോ അല്ലെങ്കിൽ ഭയങ്കര സീറോ സൈസോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇപ്പം എടുക്കുന്നത് തന്നെ. ഈ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു ഈ മമ്മൂക്ക ലാലേട്ടനോട് പെങ്ങളായിട്ട് അഭിനയിക്കാൻ താല്പര്യം, നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓഫർ എല്ലാവർക്കും കാത്തിരിക്കുകയാണ്. പക്ഷെ അനുവിന് അത് നോക്കുമ്പോൾ ഏറ്റവും ഒരു പെങ്ങളായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞതാണ്. എന്ത് അഭിനയിക്കാൻ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. ഇനിയിപ്പോ നായികയായിട്ട് നായികയായിട്ട് വിളിക്കാൻ ഞാൻ പോകും, ഉറപ്പ്. എനിക്ക് അങ്ങനെ ഒരു ഇത് തരികയാണെങ്കിൽ അവരെന്തായാലും ചുമ്മാ പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് നമുക്ക് ഇവിടെ വെക്കാം എന്ന് പറയത്തില്ലല്ലോ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അസിസിക്ക എടുക്കാം. ഇപ്പൊ അസിസിക്ക ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൺട്രോൾ ആണെങ്കിൽ പോലും അസിസ്ക അഭിനയിക്കുന്ന അറിയാവുന്നുണ്ടല്ലേ വിളിച്ചത്. അതുപോലെ ഇപ്പം എന്റെ എന്തെങ്കിലും പെർഫോമൻസ് വീഡിയോ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ എന്തെങ്കിലും എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അത്ര തന്നെ. അന്ന് വെച്ചിട്ട് എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. അല്ല അനു, സീരിയൽസിലെ അധികം സീരിയൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിർത്തിയിട്ട് ഇപ്പൊ 3.5 വർഷമായി. ഞാൻ ലാസ്റ്റ് ചെയ്തത് സിക്കോമാണ്, നമ്മുടെ മല്ലികാമ്മയുടെ കൂടെ ഉള്ളത്. ഇപ്പം അബിവിറ്റ്സ് മഹി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈരളി ചാനലാണ് കൂടുതലും, യൂട്യൂബ് ചാനലാണ് പോകുന്നത്, സോഷ്യൽ മീഡിയ വഴിയാണ് പോകുന്നത്. പിന്നെ സ്റ്റാർ മാജിക്, പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇനാഗുറേഷനും പുറത്ത് പ്രോഗ്രാം അങ്ങനെ. അനു, എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഇനാഗുറേഷൻ ലഭിക്കുന്നത് ഒന്ന് ലക്ഷ്മിക്കും നമ്മുടെ ബിനീഷ് ചേട്ടനും പിന്നെ അനുവിനുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷിയാസിന് കൊള്ളാം, നിങ്ങൾ കുറവാണ്. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അനുവിനും ലക്ഷ്മിക്കാണ്. ലക്ഷ്മിയായിട്ട് ഞാനൊരു 10-20 വേദി ചെയ്തിട്ടുണ്ട്. അപ്പം അനുവിന് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അവിടെ ഫ്ലോറിൽ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ, നിനക്ക് ഇഷ്ടം പോലെ ഇനാഗ്രേഷൻ കിട്ടുന്നുണ്ടല്ലോ പറയുന്ന നമ്മളെ കേൾക്കാൻ പറയാറുണ്ടോ എന്ന് ചോദിച്ചതാ. തമാശക്ക് പറയും, അല്ലാതെ സന്തോഷം എല്ലാവർക്കും കിട്ടുന്നത്, അവർക്ക് ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ അനു പണ്ടത്തിനെക്കാളും അനു ഭയങ്കര മെച്യൂരിറ്റിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അത് ക്രിയേറ്റീവ് ആണോ? മെച്യൂരിറ്റി ക്രിയേറ്റീവ് ആണോ? അന്ന് നമ്മൾ അധികം ഇതായിട്ട് സംസാരിച്ചു. ശരി, ആ മെച്യൂരിറ്റി പറഞ്ഞ അടുത്തൊരു പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. 1030 1030 30 അധികം 1030 2060 അധികം 30 2060 അധികം 30 പ്ലസ് 30 2090 അധികം 10 90 അധികം 10 3000 വരത്തില്ല. 2090 അല്ലേ? ഇല്ല 2090 2200 ഉറപ്പിക്കാവോ? തെറ്റാ, അത് 100 അത് പറ. 2100 മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി ചോദിച്ചതാ. അപ്പം ആ മെച്യൂരിറ്റി ഒക്കെ മാറി നമ്മൾ പഴയത് ബാക്ക് ടു നമ്മുടെ പഴയ രീതി തന്നെ വന്നു. ഈ തങ്കച്ചി ചേട്ടനായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പറയാറുണ്ട്, കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള. നാട്ടുകാർ പ്രശ്നമൊക്കെ എടുത്തിരിക്കുകയാണ്. പൊന്നു നാട്ടുകാരെ, പറഞ്ഞു എന്റെ പൊന്നു നാട്ടുകാരെ, തങ്കച്ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാ. എന്നെ ഒരു കുഞ്ഞു അഞ്ചത്തി പോലും എന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ തമ്മിൽ പ്രണയമൊന്നും ദൈവം എനിക്ക് പ്രേക്ഷകർ അതല്ല പറയേണ്ടത്. അഞ്ചത്തി ചേട്ടനായിരുന്നല്ല പറയേണ്ടത്. മീഡിയക്കാരടുത്ത ഓൺലൈൻ മീഡിയക്കാരത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നാ എനിക്ക് അയച്ചു തന്നതാണ്. ഫോട്ടോ ഒരു ലിങ്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്നത് എനിക്ക് അയച്ചു തന്നാരെന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നതാ, അമ്മയ്ക്കും അച്ഛനൊക്കെ. ഇത് സത്യമാണെന്നൊക്കെ ചോദിച്ചിട്ട് നോക്കട്ടെ. ക്യാമറ നമുക്ക് സൂം ചെയ്യാം, നോക്കാം. അത് ഏത് ചാനലാണ് കൊടുത്തിരിക്കുന്നത്? ഏത് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോലും പോയില്ല. ഇവർക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അനുമായിട്ടുള്ള ബന്ധപ്പെട്ടാണോ? ഇതാണ് അനുമോൾ തങ്കച്ചൻ വിവാഹം. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോകും. എന്റെ ഫേസ്ബുക്കിൽ അല്ല, ഇത് ക്യാൻസൽ ആണ്ടത്. അതിനകത്തൊരു ഭയങ്കര ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഉൾപ്പെടെ. അനുമോൾ തങ്കച്ചൻ വിവാഹം ഉടൻ നടക്കും, അനു തുറന്നു പറഞ്ഞു. ഇതാണ് സംഭവം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മോശം കാര്യങ്ങളാണ്. ഇത് അനു അറിഞ്ഞിട്ടുണ്ടോ? ഇത്
പുള്ളിക്ക് ഇത് കാണാൻ ഭയങ്കര വിഷമം, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഏതൊരു ചാനലാണ്, ഇതൊന്നും അല്ല. ഇതിന് മുന്നേ കുറെ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി ഈ മീഡിയക്കാരുടെ, എനിക്കറിയുന്ന മീഡിയക്കാരാ, ഓൺലൈൻ മീഡിയക്കാർക്ക് പോയി ഞാൻ നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. പ്രതികരിക്കാൻ തോന്നുന്നു പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചോദിക്കും ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന്. അപ്പോൾ നിനക്ക് വിഷമമുണ്ടോ? എനിക്ക് എന്ത് വിഷമം പറയുന്നവർ പറയട്ടെ മറുപടി അല്ല നീ കൊടുക്കണ്ടേ, നാണമില്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ എന്തിനാണ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളായതുകൊണ്ട്, ഇങ്ങനൊരു ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്താ പറയണ്ടേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മീഡിയക്കാർ, ഇപ്പം തങ്കച്ചേട്ടന് കല്യാണം ഓൾറെഡി ആയിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലും തങ്കച്ചേട്ടൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ കാര്യത്തിൽ. കാരണം ഈ മീഡിയക്കാർ ഓരോന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ തങ്കച്ചേട്ടൻ കല്യാണം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനത് ഭയങ്കര വിഷമമാണ്. ഞാനത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്നതാണ്. പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റാർ മാജിക് പോലും എൻ്റെ അടുത്ത് തന്നെ ഭയങ്കര വിഷമം ഒന്ന് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ആ ഒരു കോംബോ മാറ്റാന്നുള്ള രീതിയിൽ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ മോശമാണത്. എത്ര പേര് ഇപ്പൊ തന്നെ എനിക്ക് എത്ര ഈ മീഡിയക്കാർ തന്നെയാണ്, ഓൺലൈൻ മീഡിയക്കാരുടെ എൻ്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ എനിക്കറിയത്തില്ല എത്ര പേര് കൊച്ചു കല്യാണം കഴിപ്പിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ട് നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ ലൈവായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അവർക്കത് മനസ്സിലാവും. ഇന്ന് തന്നെ മനസ്സിലായി അവർക്കല്ല. ഞാൻ പോകുന്ന നമ്മൾ എത്ര ഇനാഘോഷം ചെയ്തിട്ടുണ്ട്, എല്ലാവരും തങ്കച്ചനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അടുത്ത വരുന്ന ചോദ്യം എന്താന്ന് വെച്ചാല് തങ്കച്ചൻ എന്താ കൊണ്ടുവരാത്തെ? അതും കുഴപ്പമില്ല, തങ്കച്ചനായിട്ടുള്ള കല്യാണം എന്നാണ്. അവർ തമാശക്കായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്ന ഒരു ചേട്ടനെ വെച്ചിട്ട്? അങ്ങനെ ഞാനും തങ്കച്ചേട്ടനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോ? ഇപ്പൊ സ്റ്റാർ മാജിക് പറയുന്നുണ്ട് തമാശയാണ്, അത് സ്റ്റാർ മാജിക് എന്നും കാണുന്നവർക്കറിയാം അതൊരു തമാശയാണ് പറയുന്നതെന്ന്. അല്ലാത്തവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പ്രേമമാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. പക്ഷേ അങ്ങനെ സിനിമകളിൽ എത്രയോ പ്രേമങ്ങൾ വന്നിട്ടുണ്ട്, അവരാരും ഒന്നിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതെ, കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും ഈ കള്ളം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, അങ്ങനൊന്നുമില്ല. പക്ഷെ അനുവിന്റെ മനസ്സിൽ ഒരാളുണ്ട്, നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇല്ല, അങ്ങനൊന്നും ഇല്ല. പക്ഷെ പോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ കള്ളം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും. എന്നാലും അറിയണ്ടേ? അപ്പൊ നമ്മൾ അറിയിക്കണം കേട്ടോ. എന്നെ അറിയിക്കോ? ഓക്കെ, ഇന്റർവ്യൂ തരും. അനുവിന്റെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ കിടന്ന് കാല് പിടിച്ചിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയത്. പക്ഷെ വേറെ മൈൻഡ് ഔട്ട് ആണ്. പിന്നെ അവരുടെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇനാഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ തരാൻ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഇരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കണ്ടന്റ് ഉണ്ട്, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ബിഗ് ബോസിലെ എല്ലാ പെൺകുട്ടികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അഖിൽമാരൊരു പ്രസ്താവന കൊണ്ടുവന്നു. ഞാൻ കണ്ടിട്ടില്ല, വേറെ എന്തെങ്കിലും ചോദിക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, അഖില് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അഖില് പറഞ്ഞത് അതിലെ പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കൂടെ, അതായത് എല്ലാരെയും അല്ല പറഞ്ഞ, പല പെൺകുട്ടികൾ ചിലർ അതിനകത്ത് കൂടെ കിടന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കയറിയത് ചിലര് പൈസ കൊടുത്തിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇങ്ങനെ പറയുമ്പോൾ പലരെയും സംശയം വരത്തില്ലേ? ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ആ പറഞ്ഞതിനകത്ത് അനു? ഒന്നത്തെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. അതെ, ആ വീഡിയോ ഉണ്ട്. അഖില് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, മേ ബി. ഒന്നും ഇപ്പം എനിക്കറിയില്ല. ആ വീഡിയോ എന്താണ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ലൈവായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ പുള്ളി ബുദ്ധിമാനാണെങ്കിൽ, കുറച്ച് വിവരം ബുദ്ധിയുള്ള ആളാണെങ്കിൽ ആലോചിച്ചിട്ട് എന്തും വീഡിയോ പറയത്തുള്ളൂ. ചിലപ്പോൾ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് എന്നാലും അത് പിടിക്കപ്പെടും. എത്ര കള്ളം ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചാലും ഏതൊരു സമയം, ഇനി എത്ര നാളാണെങ്കിൽ, ഇപ്പോൾ 1 വർഷമായിക്കോട്ടെ 2 വർഷമായിക്കോട്ടെ എത്ര വർഷമായിക്കോട്ടെ, നമ്മളത് പിടിക്കപ്പെടും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്.
അതുപോലെ തന്നെയാണ് പുള്ളി എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എന്താ പറഞ്ഞ പെൺകുട്ടികൾ എനിക്കറിയത്തില്ല, ഞാൻ തോന്നുന്നില്ല. കാരണം ചാനലിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ്, മഴ വരുമ്പോ ഇങ്ങനെയുള്ള ചാനലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. ആ പ്രോഗ്രാമും തെറ്റാന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പ്രസ്താവന പറയുമ്പോൾ അതിന്റെ തെളിവ് വേണ്ടേ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാ ചാനലിലും ഞാൻ എല്ലാ ചാനലിലും പോയി അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുവരെ എനിക്ക് മോശം എന്ന് പറയാൻ ഞാൻ പറയത്തില്ല. കാരണം നല്ല ആൾക്കാരാണ്, എല്ലാം നല്ല ടീമാണ്, ഒരു ഫാമിലി പോലെയാണ് കണ്ടത്. ആ സിനിമയാണെങ്കിലും എനിക്ക് മോശം എന്ന് പറയാൻ ഒന്നുമില്ല, നല്ല ടീമാണ്. പക്ഷേ അഖിലേട്ടൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അഖിലേട്ടൻ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ സത്യമായിരിക്കും. എന്റെ സുഹൃത്തോടെയാണ്, നാട്ടുകാരനാണ്. എനിക്ക് അറിയത്തില്ല ഏട്ടാ, എനിക്ക് സത്യമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഖിലേട്ടൻ എന്നെയും പിടിക്കപ്പെടും. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പാടില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അതായത് അവിടെ ഇവിടെ തൊടാതെ പറയരുത്, കറക്റ്റായിട്ടൊരു ആൻസർ പറയുക. അതായത് ഇപ്പം അനു അറിഞ്ഞിരിക്കുന്ന, അനുമോൾ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ ടമാർ പടാർ എന്നുള്ള ഒരു ഫ്ലോറിലൂടെയാണ് അനുമോൾ ഇത്രയും ഇതായത്, വൈറലായത് അല്ലേ? കറക്റ്റ് അല്ലേ? സീരിയൽസിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും. പക്ഷെ നമ്മൾ ആ ഒരു ഷോയെ കുറിച്ച് അതിലില്ലാതിരുന്ന സമയത്ത് ആ ഷോയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്സ് ആണോ? എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? കാരണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ നിന്നും വിൻ ചെയ്തതാണ് അഖില്. അപ്പൊ ആ ഷോയെ കുറിച്ച് പറയുന്നത് ശരിയാണോ? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയത്തില്ല. എങ്കിലും അല്ല പറഞ്ഞത് ആ പ്രസ്താവന ആ വ്യക്തി സംസാരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എന്ത് സംസാരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ അഖിലേട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ പോയി കുറെ കമന്റുകൾ, ഒരു 10,000-2000 കമന്റ് ഉണ്ട്. പ്രതികരിക്കാനാണെങ്കിലും എന്ത് കാര്യം, സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും സപ്പോർട്ട് അല്ലാതെ കൊടുക്കാൻ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് അതിലേക്ക് എന്തെങ്കിലും ഞാൻ എന്താ ചിന്തിക്കാൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യാൻ? അതെനിക്കറിയാം, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അറിയാലോ, അതിനകത്ത് എങ്ങനെ കളിക്കുന്നു, ഗെയിം കളിക്കുന്നു? എനിക്ക് ഞാനായിട്ട് നിന്ന് കളിക്കും. വഴക്കുണ്ടാക്കും വെറുതെ കണ്ടന്റ് കൊടുക്കാൻ നോക്കും മാക്സിമം. കണ്ടന്റ് ആണ് വഴക്ക്. വഴക്ക് അങ്ങനെ ചുമ്മാ കയറി ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയും, ചീത്ത കണ്ടാൽ ചീത്ത പറയും. 2025 7ാം സീസണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലവ് ട്രാക്ക് അനുവിന്റെ കൂടെ ഒരാളുകൂടെ വരികയാണ്, ലവ് ട്രാക്കിലേക്ക് വരികയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമാണെങ്കിൽ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ അല്ല അവിടെ നമുക്കൊരു ആശ്വാസത്തിന് ഒരാൾ വരികയാണെങ്കിൽ, പെട്ടെന്ന് ഒരാളെ കണ്ടോണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഒരു ആശ്വാസം അതല്ല ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? കണ്ടന്റ് പറഞ്ഞു, സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ ആശ്വാസത്തിന് ഒരാൾ അവിടെ വരികയാണ്. എന്നെ ഇപ്പം എല്ലാരും കൂടെ ഷൗട്ട് ചെയ്ത് എന്നെ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാൾ വരെയാണ്, അയാളുടെ അടുത്ത് പ്രേമം തോന്നത്തില്ല, ഒരു ഫ്രണ്ട്. അതാദ്യം, പിന്നെ പോകെ പിന്നെ പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഇവന്റെ പഴയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. ബിഗ് ബോസ് ഇപ്പൊ ഇതിനേക്കാളും അപ്പുറമായിട്ട് പ്രതികരിക്കും. ഇവൻ ഇപ്പൊ ഈ വരുന്ന പയ്യൻ ഈ പറയുന്ന ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം, എനിക്കും അറിയാം. പുള്ളി അഭിനയിച്ച് നിൽക്കുകയാണെന്ന് നമുക്ക് അഭിനയാണ്. അപ്പൊ ഞാൻ എന്തിനാ അയാളെ സ്നേഹിക്കണം? ഫിറോസ് എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്, ഫിറോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഇട്ടു. പുള്ളി അതിനകത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഉണ്ടായ സമയത്ത് അതായിരിക്കും. എങ്കിലും അടുത്ത വർഷം അടുത്ത വർഷം അനു അതിനകത്ത് പോകണം. ഏതെങ്കിലും ഒരു സീസണിൽ പോവാൻ ഏതെങ്കിലും അല്ല, അടുത്ത വർഷം അനു പോയിട്ട് അനുവിന് അവിടെ വെച്ച് ലവ് ട്രാക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അനുവിന്റെ ലവ് കാണാനായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, അതേം പറയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുക, നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ട ഉടനെ ഇഷ്ടപ്പെടുക, അയാളെ നമുക്ക് കല്യാണം കഴിക്കാൻ നോക്കുക, അത് എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറ്റുന്ന പെൺകുട്ടികളുണ്ട്, ഞാൻ കുറ്റം പറയാനല്ല. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വർഷമെങ്കിലും പഠിക്കണം, ഒന്നല്ലെങ്കിൽ 2 വർഷമെങ്കിലും പഠിച്ച് അയാളെ മനസ്സിൽ. നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടെടുത്ത് കളയാനുള്ള സാധനമല്ല ഈ ഒരു നമ്മളെ പാർട്ട്ണർ എന്ന് പറയുന്നത്. നടക്കുന്ന അങ്ങനെ. അതുകൊണ്ടാണ് എനിക്ക് പേടി. നമ്മൾ അമ്മയും അച്ഛനും ജീവിച്ച ആ ഒരു കാലമല്ല ഇപ്പൊ. ഒരു 10 വർഷം മുന്നേ വരെ എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ അടിപൊളിയാ. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും പോലെ സേഫാണ്. അവള് സേഫായി. ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറയുമ്പോൾ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഒരു പയ്യനെ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസി ആയപ്പോൾ ഞാൻ ലൈനേ വേണ്ട, ഈ ഒരു ഫീൽഡിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തേച്ചല്ല പറഞ്ഞു, രണ്ടുപേരും കൂടെ പറഞ്ഞു. അവനും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടതാ, എനിക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഞാൻ കുറച്ച് കാശ് സേവ് ചെയ്തിട്ട് അമ്മയും അച്ഛനെ നോക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു. തേർഡ് ഇയർ പഠിക്കുമ്പോൾ 12 വർഷമായി. ഇപ്പൊ 12
കോൺടാക്ട് കല്യാണം കഴിഞ്ഞ പുള്ളിയുടെ? ഇല്ല, അയ്യോ ഇല്ല. എന്നെ വിളിക്കും, സംസാരിക്കും. പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി ബിസിനസ് ആയിട്ട് പോകുന്നു, വണ്ടിയുടെ ബിസിനസ് ഉണ്ട്. പ്രതീക്ഷിക്കാമോ? ഇല്ല ഇല്ല, ഒരിക്കലും പറ്റില്ല. പുള്ളിയുടെ കല്യാണം ഇപ്പൊ പ്രതീക്ഷിക്കാതെ വെച്ചത്? പുള്ളിയുടെ കല്യാണം അവൻ പറഞ്ഞു, എടി നിന്റെ ഫാമിലി നല്ല പെൺകുട്ടികളെല്ലാം ഉണ്ടോടി എന്നൊക്കെ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഉണ്ട്, പക്ഷെ തീരെ കുഞ്ഞു പിള്ളേരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് ഒരാളത്തെ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ, എൻ്റെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് പറ്റത്തില്ല. എനിക്കത് നന്നായി പഠിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കണം, ഇയാൾ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പിന്നെ അയാളുടെ സ്വഭാവവും എൻ്റെ സ്വഭാവവും ഒരുപോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരുപോലെ നോക്കുന്നില്ല, എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ. അഡ്ജസ്റ്റ്മെന്റ് ഇതാണല്ലോ ലൈഫിൽ വേണ്ടത്, അതാണ് മെയിൻ വേണ്ടത്. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, സ്നേഹിക്കുന്ന ആളായിരിക്കണേ. പിന്നെ എൻ്റെ അവൻ്റെ അച്ഛനമ്മയും കാണുന്ന പോലെ ആയിരിക്കണം എൻ്റെ അച്ഛനമ്മയും കാണേണ്ടത്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഞാനിപ്പം ഞാൻ കുറച്ച് മെച്ചൂർഡായിട്ട് സംസാരിക്കണമെങ്കിലും ശരിക്കും എൻ്റെ വീട്ടിലത് ഞാൻ കുഞ്ഞു പിള്ളയാണ് കേട്ടോ. അപ്പം ഏറ്റവും ഉള്ളത് ഞാനായതുകൊണ്ട് ആണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അങ്ങനെ ചെയ്യരുത്, എടാ ഇതിങ്ങനെയാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്യുമ്പോൾ. ചില ആൾക്കാരാണെങ്കിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ, നീ കുറ്റപ്പെടുത്തും, ചെയ്യുന്ന കുറ്റത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല, അതിനെ 100 ഇരട്ടി വഴക്ക് പറഞ്ഞ് അതിനെ എന്താ പ്രഷർ കയറ്റി മൊത്തത്തിൽ അതിനെ ഡൗൺ ആക്കി കളയും. കുറച്ചും കൂടെ നമുക്ക് പിന്നെ കരച്ചിലാവും, വിളിച്ചിലാവും, അവർക്ക് പിന്നെ രണ്ടും കൂടെ വാക്ക് തീർക്കാം, പ്രശ്നവും, ഇതൊക്കെയാണ് പിന്നെ ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കുക. എനിക്ക് വേണേ എന്നെ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര മെച്ചൂറുള്ള ആളായിരിക്കണം എന്നെക്കാളും. മനസ്സിലായില്ലേ? തമാശയും കാര്യങ്ങളൊക്കെ വേണം. എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് എടുത്ത് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മാറി എപ്പോഴെങ്കിലും ആ ഒരു പ്രോഗ്രാം, ആ ഒരു സംഭവം, ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടോ പറയണം, ഇനി നീ അത് അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ, എന്താ അത് മോശമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്, ആണോ, അയ്യോ അതെന്താ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അത്രയും പേടിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞു തരണം. ഇതൊരു അവിടെ വെച്ച് നീ ചിലർ നീ ഒന്നാണ് ഒരു കാര്യം പറയണ്ട് എനിക്ക് നീ ഇപ്പം എന്താ അവിടെ വിളിച്ചു അങ്ങനെ പറയാൻ പോയത്, മോശമല്ല ഇതൊക്കെ. അപ്പൊ നമ്മളവിടെ ഡൗൺ ആവും. പിന്നെ നമ്മൾ അത്രയും സമയം സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ചോദിക്കും എന്തിങ്ങനെ നീ എന്തിനു വിളിച്ചോണ്ട് പോയാൽ, അവിടെ പ്രശ്നങ്ങളൊക്കെ ആവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. സംസാര ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ നാട്ടും പ്രദേശങ്ങളിലുള്ള വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അതാ പറഞ്ഞ അത്ര മെച്ചൂറുള്ള ഒരാളായിരിക്കണം, മനസ്സിലായി, കാര്യബോധമുള്ള ആളായിരിക്കും. അനുവിനെക്കാട്ടിലും മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നല്ല മെച്ചൂരിറ്റി വേണം. മെച്ചൂരിറ്റി നല്ലപോലെ വേണം. അങ്ങനെ ഇനി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കൂല എന്നല്ല, എനിക്കൊരു എന്തായാലും ഒരു ഇണ വേണം. ഇണ മീൻസ് ഒരു പാർട്ട്ണർ വേണം, എനിക്കൊരു ഹസ്ബൻഡ് വേണം, കുട്ടികൾ വേണം, എനിക്കൊരു തലമുറ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ. ഇപ്പം എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട്, അപ്പം അവൻ ഇനി വലുതായി വരുമ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കാൻ എന്നൊക്കെ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് നിൽക്കുകയും വേണം, കല്യാണം കഴിക്കണം, ഫാമിലി വേണം, എനിക്ക് 2-3 മക്കൾ വേണം, അവരെ പഠിപ്പിക്കണം. ഇപ്പം മോളാണെങ്കിലും മോനാണെങ്കിലും അവരെ കല്യാണം കഴിപ്പിച്ച് വിടണം. അപ്പം പറയണം, അനു ആർട്ടിസ്റ്റ്, അനുവിൻ്റെ അമ്മയാണ്, അനു എൻ്റെ അമ്മയാണ് പണ്ട് അഭിനയിച്ചിരുന്നത്, അങ്ങനെയൊക്കെ പറയണം. മനസ്സിലായി. അതായത് അനുവിന് അഭിനയം വേണം, ഭർത്താവ് വേണം, കുഞ്ഞുങ്ങൾ വേണം, ഇതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചു. എനിക്കൊരു എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഒരു ഫീൽഡ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ലേ ചേട്ടാ? ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലോട്ട് കയറാൻ വേണ്ടി ഒരുപാട് കഴിവുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടം. പിന്നെ റീൽസ് ഒക്കെ കാണുന്നില്ലേ, എന്തോ ടാലന്റ് ആയിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവർക്കൊക്കെ ഒരു അവസരം കിട്ടണേ എന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഭയങ്കര വലിയ ഭാഗ്യമാണ് ഇല്ലേ? ഈ ഒരു ഇനാഗുറേഷൻ ആണെങ്കിൽ ഇപ്പൊ ചേട്ടൻ വന്നതിന് ചേട്ടൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി കുറെ, അതൊക്കെ എൻ്റെ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ ഈശ്വര. അപ്പം അതുപോലെ ആ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും കളയത്തില്ല, അത് കീപ്പ് ചെയ്ത് പോവാ. പിന്നെ അതുപോലെ അനു ഇന്നത്തെ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു കിട്ടുന്ന പൈസ മൊത്തം സ്വർണം മേടിച്ചു വെക്കുകയാണെന്നുള്ളത് അച്ഛനെ അന്നോട്ടേ പറയുന്നുണ്ട്. നമ്മൾ അമ്മയും ഞാനും പണ്ട് മുതലേ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിച്ചില്ലെന്ന് അവർ ഇപ്പോഴും പറയാറുണ്ട്. ജനിച്ചപ്പോൾ മുതൽ ബുദ്ധിമുട്ടിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം ചേച്ചി ട്യൂഷൻ എടുക്കുമായിരുന്നു, ഞാൻ ട്യൂഷൻ എടുക്കുന്നു. ഞാൻ ഈ കുഞ്ഞു മക്കളെ ട്യൂഷൻ എടുക്കും, ചേച്ചി വലിയ കുട്ടികളെ. ആ സമയം മുതലേ 100, 200, 50 നമുക്ക് ഫീസ് മാസം കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും ഡ്രസ്സോ ഈ പറയുന്ന കമ്മലോ ഐലൈനറോ പൊട്ടോ ഒക്കെ മേടിക്കുമ്പോൾ ഈ പൈസ കൂട്ടി വെക്കുമായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ കാശ് സേവ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതലേ ഞങ്ങൾ കാശ് സേവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ചേച്ചി. അപ്പോൾ എനിക്കറിയാം കാശിൻ്റെ വില എന്താണെന്നും, നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം.
നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? കാശിന് വേണ്ടിയിട്ടല്ലേ. കാശില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിവും കുറെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു കയ്യിൽ ജോലി എന്തെങ്കിലും വേണം. അപ്പൊ കയ്യിൽ കാശ് നമുക്ക് വേണം. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം, എന്തും ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. നമ്മുടെ കാശ് നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കടം ചോദിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അപ്പം എനിക്കത് നിന്ന് പഠിച്ചു. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോഴും ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക, എനിക്ക് ഈ പറഞ്ഞ ഞാൻ സാൻസ്ക്രിറ്റ് എടുത്ത് പഠിച്ചത്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞു, മാമൻ സാറാട്ടോ നല്ല സ്കോപ്പാണ്, ഇതെടുത്ത് പഠിച്ചത്, പെട്ടെന്ന് ഏതെങ്കിലും സ്കൂളിൽ കയറാമെന്ന് പറഞ്ഞു. പഠിച്ചിറങ്ങിയാൽ മതി അപ്പം കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഈ ഇതിലോട്ട് ടീച്ചറൊക്കെ ആയിരുന്നു ഒന്ന്. പക്ഷേ ഈ ഒരു ഫീൽഡ് വരുന്ന അറിയത്തില്ലായിരുന്നു. അപ്പോഴും കാശ് സേവ് ചെയ്യുക. ഈ ഒരു ഫീൽഡ് വന്ന സമയത്ത് കയ്യിൽ കിട്ടുന്നത് 1000 രൂപയാണ്. അന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടി. പിന്നെ 1500 കിട്ടി. പിന്നെ 2000, 3000. പിന്നെ 0ന്റെ എണ്ണം കൂടിക്കൊണ്ട് വന്നു. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് ഈ അഭിനയിക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇത്. അപ്പൊ എന്തായാലും അത് കളയാൻ പാടില്ല. നമ്മൾ അഭിനയിക്കുക, നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ നിൽക്കുന്ന സമയത്ത് കാശുണ്ടാക്കിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. ഇല്ല, ആവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ സഹായിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, സഹായിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറയുന്ന പോലെ ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞു നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യണം. ഒത്തിരി പേര് ചെയ്യാറുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഫിനാൻഷ്യലായിട്ട് അത്ര പോലും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒത്തിരി പേര് എനിക്കറിയാം. അവർ മറ്റുള്ളവരെ സഹായിക്കാനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബിലും. ഇല്ല കേട്ടോ, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ചില ആൾക്കാർ വീഡിയോ ചെയ്തിടുന്നതെന്ന് പറഞ്ഞാൽ അവർ നല്ലവരെന്ന് കാണിക്കാം. നമ്മൾ ഹിന്ദിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടുകൊടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് തടവി ഇങ്ങനെ ഓരോ കട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് ശരിക്കും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ ചെയ്യണം. അതാണ് ജെന്യൂൻ എന്ന് പറഞ്ഞാൽ, എടാ അളിയ നീ പെട്ടെന്ന് വീഡിയോ എടുത്തോടാ, എന്നാ ഫുഡ് കൊടുക്കുന്നത്, ശരി. അപ്പം അങ്ങനെ അതിനുവേണ്ടി ചെയ്യരുത്. നമ്മൾ അങ്ങനെയുള്ള വീഡിയോകൾ ഇപ്പം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ. അത് അങ്ങനെ ഇടണം വീഡിയോ. എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എടുത്തിരുന്നും ഞാനങ്ങനെ ആരും ഇല്ല ഒന്നത്തെ കാര്യം. അതുകൊണ്ട് എനിക്ക് മടി. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാവരും പറയും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വലിയ സംഭവം നന്മ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി. എനിക്ക് അതുകൊണ്ട് ഒരു താല്പര്യമില്ല. അല്ല, അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ അറിയാതെ കൊടുക്കുക, ആൾക്കാർ അറിയാതെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരുടെയും ഇത് കിട്ടിയ സ്നേഹം, അതിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് അത് മതി. തീർച്ചയായിട്ടും അനുവിൻ്റെ നല്ല വാക്കുകളുണ്ട്. ഇനി എനിക്ക് രണ്ട് കാര്യങ്ങളോട് അനു ചെയ്തു തന്നാൽ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഇവിടെ ഫിനിഷ് ആവും. ഒന്ന്, എനിക്ക് അനുവിൻ്റെ ഔട്ട്ഫിറ്റ് വർത്ത്, നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണ്ണമായിക്കോട്ടെ, ഡ്രസ്സ്, അത് നമുക്ക് പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് അനു നന്നായിട്ട് മിമിക്രി ചെയ്യും ജനാർദ്ദൻ സാറിന്. ജനാർദ്ദൻ സാറിന് ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അത് സംസ്കൃതത്തിൽ 2 വാക്ക്, സംസ്കൃതം അല്ലായിരുന്നു, 2 വാക്ക്. ആദ്യം നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അത് നോർമലി നോക്ക ട്രൈ ചെയ്യാം. നമ്മുടെ ജനാർദ്ദൻ സാറ് സംസ്കൃതത്തിൽ സ്വാഗതം ചെയ്യാൻ പോവാണ്. ഫുള്ള് എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മൂവി വേൾഡ് മീഡിയ ഇംഗ്ലീഷ് പറഞ്ഞോ? എല്ലാവർക്കും ഉണ്ട്, ഭയങ്കര പാടാണ്. ശരി, എന്നാ ഇഷ്ടമുള്ള സംസ്കൃതം 2 വാക്ക് പറഞ്ഞുതരാം. കച്ചിക്കാന്ത വിരക കുരണ സ്വാതി. അതിന്റെ അർത്ഥം എന്തുവാ? അത് കൊറേ ഉണ്ട്. അതൊരു ശ്ലോകത്തിന്റെ ഒരു വരി മതി. ആണോ? ഒരു മിനിറ്റ്, ഇത് കട്ട് ചെയ്തേ. ഇനി പെട്ടെന്ന് വരില്ല, വെറുതെ ഒക്കെ ഇരിക്കുമ്പോ വരും. ഇത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വരും. അത് മതി, അത് കറക്റ്റ് ആണ്. അത് അതേപോലെ പോരട്ടെ മറ്റേ സംസ്കൃതം കൂടെ പറഞ്ഞത്. ഇത് മറ്റേ MS അല്ലേ? നോക്കട്ടെ. അത് മറ്റേ അല്ല, അത് വരുന്നില്ല. അത് വേറെ ആരാ? ഏതാ? എൻ പിള്ളയെ കാണിക്കുമായിരുന്നല്ലോ, എൻ പിള്ള സാറിനെ. തൃപ്പൂണിത്തുറ സാറിനെ കാണിച്ചേ. കറക്റ്റാ, പറ ബാക്കി ഇതെന്താ ഈ കാണുന്നത്? പറഞ്ഞോ? അല്ല, ആരുമില്ല പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും അനുകരിക്കരുത്. ഇതൊക്കെ ഒത്തിരി ട്രെയിൻ ചെയ്ത് അനു ഭയങ്കരമായിട്ട് പ്രയത്നിച്ചൊരു സംഭവമാണ്. പറഞ്ഞു. പറയാം.
ഓ ശിവ ശിവ എന്തായി കാണിക്കണേ. ആ എന്തായാലും ഇതിന്റെ ട്രോൾ എന്തായാലും വരും. എനിക്ക് ചേട്ടാ എനിക്ക് നമുക്ക് വരണം. നമ്മുടെ ട്രോൾ എത്ര വന്നറിയോ? അത്രയും നമുക്ക് നമ്മൾ അത്രയും പക്ഷെ ഇത്രയും പോരാ. രണ്ട് ഡയലോഗ് പറ. എന്താ? ശിവ ശിവ എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. അത് പോരെ? വേറെ എന്തെങ്കിലും ഡയലോഗ് എത്ര നാളായിട്ട് അറിയത്തില്ലയോ? ജനാർദ്ദൻ സാറിനെ പറ നോക്കട്ടെ. അദ്ദേഹത്തെ പറഞ്ഞല്ലോ ഹോ പട്ടച്ചാര വിട്ടോ കൊട്ടാരം അയ്യ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാവും. നമ്മള് മിമിക്രി ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല പാട്ട് പാടൂ. പാട്ട് പാടും. പാടാറുണ്ട്. മുളക് കഴിച്ചിട്ട് ഒരു പാട്ട് പാടിയായിരുന്നു. അതൊക്കെ തമാശക്കാ. ശരിക്കും അതിനകത്തുള്ള മിക്കതും ജനുവിനാണെന്ന് അറിയാം. അടി കൊള്ളുന്ന സത്യത്തിൽ അടി കൊള്ളുമ്പോ അനുവിന്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പം ഭയങ്കര ആക്ടിങ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ആ സത്യത്തിൽ അത് നല്ല വേദന ഉണ്ടോ? ഉണ്ടോ? പിന്നെ നല്ല വേദന ആണോ? ഈ ഷോർട്സ് ഒക്കെ ഇട്ടോണ്ട സമയത്ത് കറക്റ്റ് താഴെ തന്നെ അടിക്കുമല്ലോ. വാ തുറക്കുന്നില്ല കുട്ടി കേട്ടോ, മാത്രമേ പറയുന്നുള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് ഈ രണ്ടൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് കൂടെ നോക്കിയിട്ട് ഒരു വരി പാട്ട് ഇഷ്ടമുള്ള ഇറ്റ്സ് അപ് ടു യു. കണ്ണാന്തുമ്പി പൊറാമോ പാടിക്കും. അതല്ലേ സേഫ് സോങ്? അതാ ആ പാടിക്കും. വെണ്ണില ചന്ദനക്കിണ്ണം കൈ മാറ്റ് ഉറക്കപ്പാട്. എനിക്ക് ട്രോള് ഇവിടെ ആരുമില്ല. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കോയിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞളി കൂടൊരുക്കാൻ വാ. കാലിൽ എല്ലാം അറിയാം. വളരെ സന്തോഷം. നന്നല്ല നമ്മളെ പറ്റുന്ന നമ്മൾ പാടിയിട്ടുണ്ട്. അത്ര നമ്മൾ പാട്ടുകാരൊന്നും ഞാൻ നന്നായിട്ട് പാടുന്നതാണ്. വെള്ളമൊക്കെ കുടിച്ച് പാടുന്നതാണ്. വെള്ളം തട്ടേ കുടിക്കുക പാടാവും. അപ്പൊ കുറച്ചുകൂടെ കൊള്ളില്ലെന്നാണ് അതിന്റെ അർത്ഥം. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിതല്ലേ സന്തോഷം. ഇപ്പൊ ഇതെന്റെ കള്ള സൗണ്ട് ആണേ. ഇതിന്റെ കള്ള സൗണ്ട് ഉണ്ടോ? അതായത് പാടുമ്പോ എല്ലാരും കള്ള സൗണ്ട്. ഇപ്പൊ എന്റെ സൗണ്ട് വെച്ചിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെ പാടാൻ അത് പാടി ചേട്ടന് കണ്ടന്റിന്റെ വേണ്ടി ചേട്ടൻ ചോദിക്കും. കള്ള സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് കുറച്ച് പാടുന്നത്. ചില ആൾക്കാർ നമ്മൾ ഈ ഒരു ബാ സൗണ്ട് എടുത്തിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെ പാടും. വെണ്ണില ചന്ദനക്കിണ്ണം പല വേരിയേഷനിലും പാടാന്ന് അനു പറയുന്നത്. അത്രേ ഉള്ളൂ. വെണ്ണില ചന്ദനക്കിണ്ണം അങ്ങനെയും പാടാം. കള്ള സൗണ്ട് എന്നല്ല പറയുന്നത്. കള്ള സൗണ്ട് എന്ന് പറഞ്ഞ ഇത് വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ. ഇതാണ് കള്ള സൗണ്ട്. അത് ലോ പിച്ച് എന്ന് പറയും, മറ്റേത് ഹൈ പിച്ച്. കള്ള സൗണ്ട് എന്നല്ല. കള്ള സൗണ്ട് ഇത് വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ. ഇതാണ് കള്ള സൗണ്ട്. എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലെ പാടുള്ളൂ. സ്റ്റാർ മാജിക്കിന് വേണ്ടി. വളരെ സന്തോഷം. നമുക്കിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. പല വിശേഷങ്ങൾ സംസാരിച്ചു, കല്യാണ കാര്യങ്ങൾ സംസാരിച്ചു, ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, പലതും സംസാരിച്ചു. വളരെ സന്തോഷം. കഴിഞ്ഞ 4 വർഷത്തിലെ ശേഷം ഇപ്പോൾ ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തായാലും മൂവി വേൾഡ് വീഡിയോയിൽ അല്ല യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒത്തിരി തവണ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ചില സമയങ്ങളിൽ. അപ്പം എന്തായാലും സന്തോഷം. വീണ്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര സന്തോഷം. പിന്നെ വേറെന്താ പറയാനുള്ള, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി തിരിച്ചും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു. കീപ് സപ്പോർട്ടിങ് അല്ലേ? അപ്പം വളരെ സന്തോഷമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഈ 2024 എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മെയിനായിട്ടും കല്യാണം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് വരുന്ന വഴിയെ വരട്ടെ. കല്യാണത്തിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ചെയ്യാം. അത് വരട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം. നല്ലൊരു സിനിമ കഥാപാത്രമായിട്ടുള്ള സിനിമ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. 7 വർഷം കൊണ്ട് അനു അടിപൊളിയായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞോണ്ടല്ല എങ്കിലും അത് ദൈവം കൊണ്ടു തന്നു. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്റർവ്യൂ തരണം കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.